ഒക്ടോബർ 2019 ഡിപ്ലോമ എക്സാമിനേഷന് ചോദിച്ച 30 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ക്രോസ് സെക്ഷൻ ഓഫ് ദി കോർ 3 സ്റ്റെപ്പ്, ഡയമീറ്റർ ഓഫ് സർക്കം സർക്കിൾ 65, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോർ സെൻറ്റർ 185. അടുത്തത് LT വൈൻഡിങ്സിൻ്റെ ഡയമെൻഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദി ലെയർ 92.5, ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് ദി ഫസ്റ്റ് ലെയർ 70, ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് സെക്കൻഡ് ലെയർ 121, തിക്നെസ് ഓഫ് ഈച്ച് ലെയർ 12 ആണ്. ഹൈറ്റ് ഓഫ് LT വൈൻഡിങ്സ് 200. അടുത്തത് HT വൈൻഡിങ്സിൻ്റെ ഡയമെൻഷനാണ് തന്നിട്ടുള്ളത്. ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് HT കോയിൽ 170 ആണ് തന്നിട്ടുള്ളത്. ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് HT കോയിൽ 125 ആണ്. അടുത്തത് ഹൈറ്റ് ഓഫ് HT വൈൻഡിങ്സ് 200 ആണ് തന്നിട്ടുള്ളത്. അതുപോലെ യോക്കിൻ്റെ ഹൈറ്റ് 60ഉം ടോട്ടൽ ട്രാൻസ്ഫോമറിൻ്റെ ഹൈറ്റ് 320 ആണ് തന്നിട്ടുള്ളത്. ചോദ്യം ഇതാണ്: ഈ മുകളിൽ തന്നിട്ടുള്ള ഡയമെൻഷൻസ് ഉപയോഗിച്ച് ഒരു കോർ ടൈപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്ലാനും എലിവേഷനും വരയ്ക്കുക. 30 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഇതിന് ലഭിക്കുക. ആൻസറിലേക്ക് പോവാം. ആദ്യം റേഷ്യോ ഡ്രോയിങ് ആണ് ചെയ്യേണ്ടത്. 1:4 റേഷ്യോ ആണ് എടുക്കേണ്ടത്. അതിനുശേഷം ഡയമീറ്റർ ഓഫ് സർക്കം സർക്കിൾ 65 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 65 mm ഡയമീറ്റർ ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുക. സ്ക്രീനിൽ അത് കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ വരയ്ക്കുക. അടുത്തത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോർ സെൻറ്റേഴ്സ് 185 ആണ്. അപ്പോൾ ആദ്യത്തെ സർക്കിളിൻ്റെ കേന്ദ്രബിന്ദുവിൽ നിന്ന് 185 നീളമുള്ള ഒരു ലൈൻ വരയ്ക്കുക. ലൈൻ വരച്ചതിന് ശേഷം സ്ക്രീനിൽ കാണുന്നത് പോലെ അതിൻ്റെ അറ്റം കേന്ദ്രബിന്ദുവാക്കി എടുത്തതിന് ശേഷം 65 mm ഡയമീറ്ററുള്ള മറ്റൊരു സർക്കിളും കൂടി ഇതുപോലെ വരയ്ക്കുക. അടുത്തതായി 3 സ്റ്റെപ്പ് കോറ് സർക്കം സർക്കിളിൽ വരയ്ക്കേണ്ടതാണ്. 3 സ്റ്റെപ്പ് കോറ് സർക്കം സർക്കിൾ വരയ്ക്കുന്ന മെത്തേഡ് മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ 3 സ്റ്റെപ്പ് കോറ് വരയ്ക്കുന്ന ഡ്രോയിങ് മെത്തേഡിൻ്റെ സ്റ്റെപ്പുകൾ ലഭ്യമാണ്. അടുത്തത് LT വൈൻഡിങ്സ് ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യമായി ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് ഫസ്റ്റ് ലെയർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 70 mm ആണ്. അപ്പോൾ 70 mm ഡയമീറ്ററിൽ 2 സർക്കിളിനും കേന്ദ്രബിന്ദുവാക്കി എടുത്ത് ഇതുപോലെ സ്ക്രീനിൽ കാണിച്ചതുപോലെ ഒരു സർക്കിൾ വരയ്ക്കുക. അത് ഗ്രീൻ കളറിൽ ഇവിടെ സർക്കിളിൽ കാണിച്ചിട്ടുണ്ട്. അടുത്തത് LT വൈൻഡിങ്സിലെ ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ഫസ്റ്റ് ലെയർ ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡയമീറ്റർ 92.5 ആണ്. അതുപോലെ സർക്കം സർക്കിളിൻ്റെ കേന്ദ്രബിന്ദു എടുത്ത് ഡയമീറ്റർ 92.5 വരുന്ന രൂപത്തിൽ ഒരു സർക്കിൾ കൂടി വരയ്ക്കേണ്ടതാണ്. സ്ക്രീനിൽ ബ്ലൂ കളറിൽ ഉള്ള സർക്കിൾ അതിനെ സൂചിപ്പിക്കുന്നു. അടുത്തത് LT വൈൻഡിങ്സിലെ സെക്കൻഡ് ലെയറായ ഔട്ട്സൈഡ് ഡയമീറ്റർ തന്നിട്ടുണ്ട്. 121 mm ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 121 mm ഡയമീറ്ററുള്ള ഒരു സർക്കിൾ കൂടി വരയ്ക്കുക. രണ്ടാമത്തെ ലെയർ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒന്ന് ഷെയ്ഡനും ചെയ്യേണ്ടതാണ്. ഗ്രീൻ കളറിൽ ഇവിടെ ഷെയ്ഡൻ ചെയ്തതായിട്ട് സ്ക്രീനിൽ കാണാവുന്നതാണ്. അടുത്തത് HT വൈൻഡിങ്സ് ആണ് വരയ്ക്കേണ്ടത്. അതിലെ ആദ്യത്തെ സ്റ്റെപ്പ് ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് HT കോയിലാണ് വരയ്ക്കേണ്ടത്. അതിൻ്റെ ഡയമെൻഷൻ 125 mm ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 125 mm ഡയമീറ്ററുള്ള ഒരു സർക്കിള് 2 സർക്കം സർക്കിളിൻ്റെ കേന്ദ്രബിന്ദുവാക്കി എടുത്ത് വരയ്ക്കേണ്ടതാണ്. സ്ക്രീനിൽ അത് റെഡ് കളർ സർക്കിൾ അതിനെ സൂചിപ്പിക്കുന്നു. ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് HT കോയിലിനെ സൂചിപ്പിക്കുന്നത് റെഡ് കളർ സർക്കിളാണ്. ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് HT കോയിൽ വരച്ചതിന് ശേഷം
ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് HT കോയിലാണ് വരയ്ക്കേണ്ടത്. അതാണ് അടുത്ത സ്റ്റെപ്പ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 170 mm ആണ്. അപ്പോൾ 170 mm ഡയമീറ്റർ ഉള്ള മറ്റൊരു സർക്കിളും കൂടി സ്ക്രീനിൽ കാണിച്ചതുപോലെ വരയ്ക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ പ്ലാൻ എന്ന ഭാഗം പൂർത്തീകരിച്ചിട്ടുണ്ട്. സ്ക്രീനിൽ കാണിച്ചതുപോലെ ട്രാൻസ്ഫോമറിൻ്റെ ഫസ്റ്റ് ലെയർ LT വൈൻഡിങ് ബ്ലൂ കളറിലും സെക്കൻഡ് ലെയർ ഗ്രീൻ കളറിലും അതുപോലെ ട്രാൻസ്ഫോമറിൻ്റെ HT വൈൻഡിങ് റെഡ് കളറിലും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇത് വരച്ചതിന് ശേഷം സ്ക്രീനിൽ കാണിച്ചതുപോലെ ഒരു റഫറൻസ് ലൈന് പ്ലാനിന് മുകളിൽ വരയ്ക്കേണ്ടതാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ എലിവേഷൻ ഭാഗങ്ങളെല്ലാം വരയ്ക്കേണ്ടത്. റഫറൻസ് ലൈൻ വരച്ചതിന് ശേഷം സ്ക്രീനിൽ കാണിച്ചതുപോലെ ട്രാൻസ്ഫോമറിൻ്റെ കോർ സെക്ഷൻ രണ്ട് പ്ലാനിൻ്റെയും ഭാഗങ്ങൾ ഇതുപോലെ ഡോട്ടഡ് ലൈനായി മുകളിലേക്ക് വരയ്ക്കേണ്ടതാണ്. ഡോട്ടഡ് ലൈൻ വരച്ചതിന് ശേഷം നമ്മൾക്ക് ഇനി എലിവേഷൻ ഭാഗമായ ട്രാൻസ്ഫോമറിൻ്റെ രണ്ട് ലിംബും യോക്കും വരക്കണം. അപ്പോൾ ആദ്യമായി യോക്കിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട് 60. അത് സ്ക്രീനിൽ കാണിച്ചതുപോലെ ലൈന് മാർക്ക് ചെയ്യുക. വീണ്ടും ട്രാൻസ്ഫോമറിൻ്റെ LT ആൻഡ് HT ഹൈറ്റ് തന്നിട്ടുണ്ട് 200 mm. അതും സ്ക്രീനിൽ കാണിച്ചതുപോലെ മാർക്ക് ചെയ്യുക. വീണ്ടും യോക്കിൻ്റെ സെക്ഷനായ 60 അത് ഇതുപോലെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, അതുപോലെ മാർക്ക് ചെയ്യുക. അങ്ങനെ എല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം യോക്കിൻ്റെ രണ്ട് ഭാഗം, അതായത് മുകളിലും താഴെയും സ്ക്രീനിൽ കാണിച്ചതുപോലെ ലൈൻ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ വെർട്ടിക്കലായിട്ടുള്ള രണ്ട് ലിംബും ഹൊറിസോണ്ടലായി അപ്പ് ആൻഡ് ഡൗൺ രണ്ട് യോക്കിൻ്റെ ഭാഗങ്ങളും കാണാവുന്നതാണ്. അങ്ങനെ യോക്കും ലിംബും ട്രാൻസ്ഫോമറിൻ്റെ വിൻഡോയും നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് LT വൈൻഡിങ് ഇവിടെ രണ്ട് ലെയറുണ്ട്. ആ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും സ്ക്രീനിൽ കാണിച്ചതുപോലെ ഡോട്ടഡ് ലൈന് റഫറൻസ് ലൈനിന് മുകളിലേക്ക് ഡോട്ടഡ് ലൈനായിട്ട് വരക്കുക. അങ്ങനെ വരച്ചതിന് ശേഷം സ്ക്രീനിൽ കാണിച്ചതുപോലെ ലെഫ്റ്റ് റൈറ്റ് ഫസ്റ്റ് സർക്കിൾ, സെക്കൻഡ് സർക്കിളിൻ്റെ ലെഫ്റ്റ് റൈറ്റ് LT ഭാഗം നീല കളറിൽ ഡാർക്കൺ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഡാർക്കൺ ചെയ്യേണ്ടതാണ്. ഡാർക്കൺ ചെയ്തതിന് ശേഷം സെക്കൻഡ് ലെയർ ഗ്രീൻ കളറിൽ LT വൈൻഡിങ് എലിവേഷൻ്റെ ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അത് സ്ക്രീനിൽ നിങ്ങൾക്ക് വ്യക്തമായി കാണാവുന്നതാണ്. അതുപോലെ ഫസ്റ്റ് ലെയർ ബ്ലൂ കളറിലും ഷെയ്ഡൺ ചെയ്തിട്ടുണ്ട്. LT വൈൻഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ ബ്ലൂ കളറിൽ സ്ക്രീനിൽ കാണിച്ചതുപോലെ ഷെയ്ഡൺ ചെയ്യുക. അടുത്തതായി LT വൈൻഡിങ്സിൻ്റെ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും ചെയ്തതുപോലെ HT വൈൻഡിങ്സിൻ്റെ ഭാഗം ഇതുപോലെ ഡോട്ടഡ് ലൈനായി റഫറൻസ് ലൈനിന് മുകളിലേക്ക് വരയ്ക്കേണ്ടതാണ്. ഹൈറ്റ് ഓഫ് HT വൈൻഡിങ് 200 ആണ്. അപ്പോൾ എലിവേഷൻ്റെ ഭാഗമായ 200 എന്നുള്ള ആ സെക്ഷനിൽ HT വൈൻഡിങ്സ് ലെഫ്റ്റും റൈറ്റും ഫസ്റ്റ് സർക്കിൾ സെക്കൻഡ് സർക്കിൾ ലെഫ്റ്റും റൈറ്റും സ്ക്രീനിൽ കാണിച്ചതുപോലെ ഡാർക്കൺ ചെയ്യേണ്ടതാണ്. ഡാർക്കൺ ചെയ്തതിന് ശേഷം സ്ക്രീനിൽ കാണിച്ചതുപോലെ HT വൈൻഡിങ്ങിൻ്റെ ഭാഗം ലെഫ്റ്റ് റൈറ്റ് ഫസ്റ്റ് സർക്കിൾ സെക്കൻഡ് സർക്കിൾ ലെഫ്റ്റ് റൈറ്റ് സ്ക്രീനിൽ കാണിച്ചതുപോലെ ഷെയ്ഡൺ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഈ മൊഡ്യൂളിലെ 30 മാർക്ക് ക്വസ്റ്റ്യൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം LT വൈൻഡിങ്ങും അതുപോലെ തന്നെ HT വൈൻഡിങ്ങും സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടതാണ്. അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഈ ക്വസ്റ്റ്യന് 30 മാർക്ക് ലഭിക്കുന്നതാണ്.